നമസ്കാരം. ഇന്ന് നമ്മൾ HTML-ലെ ഫോംസ് എന്നൊരു ടാഗിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫോംസിൽ പ്രധാനപ്പെട്ട് ഉപയോഗിച്ച് വരുന്ന മറ്റ് ടാഗുകൾ, ഫോംസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, ഫോമിൻ്റെ ഡീഫോൾട്ട് ബിഹേവിയർ, പിന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബാക്കിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോകളായിരിക്കും. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചു വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടാഗുകൾ കണ്ടിരുന്നു. ആ ടാഗുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉള്ള ഒരു ഡെമോ പേജുകളും കണ്ടിരുന്നു. നമുക്ക് ആ പേജിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ബിൽഡ് ചെയ്തൊരു പേജ്. ഇതിൽ നിന്നും നെക്സ്റ്റ് പേജിലേക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. നമുക്ക് ഈ ഒരു പേജിൽ ഒരു ചേഞ്ച് ചെയ്യാം. അതായത് ലിങ്കുകൾ നമുക്ക് മേളിലേക്ക് ആക്കിയിടാം. ഈ ഒരു ഗോ ടു നെക്സ്റ്റ് പേജ് എന്നുള്ളത് മേളിലേക്ക് ആക്കിയിടാം. പിന്നെ ഒരു രജിസ്റ്റർ പേജും കൂടി നമ്മളിപ്പോൾ ഇവിടെ സാമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു രജിസ്റ്റർ സ്ക്രീനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഒരു എന്താ പറയുക, ഒരു രജിസ്റ്റർ സ്ക്രീനിലായിരിക്കും നമ്മുടെ ഫോം ഉണ്ടാവുക. ഫോമിൽ വേണ്ട രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫീൽഡുകളും ഉണ്ടാവും. അപ്പോൾ പലതരം ഫീൽഡുകൾ അതിലുണ്ട്. ഓക്കെ, ഇതാണ് ആ രജിസ്റ്റർ പേജ്. ഇതിൽ രജിസ്റ്റർ എന്ന് സേവ് ചെയ്തു, എന്നിട്ട് ഇൻഡെക്സും സേവ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഈ വെബ് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കീഴെ ഉണ്ടായിരുന്ന ആ ഗോ ടു നെക്സ്റ്റ് പേജ് എന്നുള്ള ടോപ്പിലേക്ക് മാറി രജിസ്റ്റർ എന്നുള്ളൊരു പുതിയ ലിങ്ക് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ രജിസ്റ്റർ എന്നുള്ളൊരു പേജിലേക്ക് പോകുന്നുണ്ട്, രജിസ്റ്റർ HTML. അപ്പോൾ ഇത് നമ്മുടെ രജിസ്റ്റർ സ്ക്രീനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് ഫോം ടാഗാണ്. ഇവിടെ ഡീഫോൾട്ടായിട്ട് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ട് ഒരു ആക്ഷൻ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് വന്നത്. പ്രധാനപ്പെട്ടും ഇതിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PHP എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ, അതായത് ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏതൊരു ആക്ഷനിലാണോ അതിൻ്റെ ലോഗിൻ കാര്യങ്ങളൊക്കെ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് എൻഡ് പേജ് അതിലേക്ക് റീഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ റൺ ചെയ്യുക എന്നതാണ് ഈ ഒരു ആക്ഷൻ ആട്രിബ്യൂട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ തൽക്കാലം ബാക്ക് എൻഡിനെ കുറിച്ച് ഇപ്പോൾ ടച്ച് ചെയ്യുന്നില്ല. നമ്മൾ നോർമൽ ഫോം സബ്മിഷനാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോം സബ്മിഷനിൽ പ്രധാനപ്പെട്ട എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? നമ്മുടെ പേര് കൊടുക്കാനുണ്ടാവും, ഇമെയിൽ കൊടുക്കാനുണ്ടാവും, നമുക്ക് വേണ്ട പാസ്വേഡ് കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് പല പല ഇൻപുട്ട് ടാഗുകളാണ്. ഇമെയിലിൽ എങ്ങനെയാണ് ടാഗ് കൊടുക്കുന്നത്, നെയിമിന് എങ്ങനെ കൊടുക്കുന്നത്, പാസ്വേഡിന് എങ്ങനെ കൊടുക്കുന്നത്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നതിന് വേറൊരു ടാഗ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. പിന്നെ ജെൻഡർ കൊടുക്കുന്നത്, റേഡിയോ ബട്ടൺസുകൾ അതെങ്ങനെയാണ് നോക്കാം, ചെക്ക് ബോക്സ്, ഇതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ പ്രധാനപ്പെട്ടും ഫോം എന്നുള്ളതെന്നല്ല, വേറെ നമ്മുടെ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കപ്പെടുന്ന ടാഗുകളാണ്. നമുക്ക് അതുകൊണ്ടിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ടാഗ് ആഡ് ചെയ്യാം. ഇൻപുട്ട് ടാഗ് ആഡ് ചെയ്തു, എന്നിട്ട് വെറുതെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ഇൻപുട്ട് ടാഗ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് നമ്മളൊന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല, എന്ത് ഇൻപുട്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിന് ടൈപ്പ് എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ ഒരു ടൈപ്പിൽ ഒരുപാട് ടൈപ്പുകളുണ്ട്. ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ടല്ലോ, ബട്ടൺ, ചെക്ക് ബോക്സ്, കളർ, ഡേറ്റ്, ഡേറ്റ് ടൈം, ഡേറ്റ് ലോക്കൽ, ഇമെയിൽ, ഫയൽ, ഹിഡൻ, ഇതെല്ലാം ഈ ഇൻപുട്ടിൻ്റെ ടൈപ്പുകളാണ്. ഓക്കെ, നമ്മളപ്പോൾ ആദ്യം പേരാണ് എൻ്റർ ചെയ്യുന്നത്. പേര് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് എന്നുള്ളൊരു ടൈപ്പാണ് നമ്മൾ ആ ഒരു ടൈപ്പ് ആട്രിബ്യൂട്ടിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റ് എടുത്തോളും. പക്ഷേ ഇങ്ങനത്തെ ഒരു പേജ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമുക്ക് അതിനൊരു പേര് കൊടുക്കണം. എന്താണ് ആ ഒരു ഇൻപുട്ട് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, യൂസർ എന്താണ് അവിടെ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഇങ്ങനെ ഒരു പേര് നമ്മൾ കൊടുത്തു, കണ്ടില്ല? അപ്പോൾ ആ ഒരു പേരും അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഫോം വരുമ്പോഴത്തേക്കും ഇതേപോലുള്ള പേരുകൾ കൊടുക്കാൻ വേറൊരു രീതിയുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ലേബിൾ എന്നുള്ളൊരു
ടാഗാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലേബൽ എന്നുള്ളൊരു ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ നമ്മുടെ പേര് ഫസ്റ്റ് നെയിം എന്ന് കൊടുത്തു. എന്നിട്ട് ആ ലേബൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നു, അത് സേവ് ചെയ്തു. എന്നിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട UI അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ ഈ ലേബലിൻ്റെ ഒരു ഫങ്ഷനാലിറ്റി ഉണ്ട്. അതായത് ഈ ലേബലിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ ഇൻപുട്ട് ഫോക്കസ് ആയി കിട്ടും. അതാണ് ഈ ലേബലിൻ്റെ ഒരു സവിശേഷത. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ W3 Schools തന്നെ കയറി നോക്കാം. അതിൽ HTML ലേബൽ ടാഗ്, ഇതിൽ ലേബിൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ലേബൽ 4 ഒരു HTML എന്ന് കൊടുക്കും. എന്നിട്ട് ആ 4 എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ആ 4 ഇവിടെ ID ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു 4 ആഡ് ചെയ്യാം. 4 ഫസ്റ്റ് നെയിം. അപ്പോൾ ഇവിടെ നമുക്കൊരു ID ആഡ് ചെയ്യണം. ID എന്തെന്നായിരിക്കും വേണ്ടത്? ഫസ്റ്റ് നെയിം എന്ന് തന്നെ വേണം. എന്നിട്ട് നമ്മളത് സേവ് ചെയ്തു. ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് തന്നിട്ട് ഫസ്റ്റ് നെയിമിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ആ ഇൻപുട്ട് ടാഗിന് ഫോക്കസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് കണ്ടു. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട്. ഇത് ഇതേപോലെ നമുക്കൊരു ലാസ്റ്റ് നെയിമിനും കൂടി ആഡ് ചെയ്യാം. നമ്മളപ്പോൾ ഇത് ആഡ് ചെയ്തു, ഒന്ന് റിഫ്രഷ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് നെയിം വന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് ലൈൻ ബ്രേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ലാസ്റ്റ് നെയിം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇമെയിൽ ആഡ് ചെയ്യുന്ന കൊടുക്കാം. ഇവിടെ ഇമെയിലിൻ്റെ ഒരു ടൈപ്പ് ഉണ്ട്. അതെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് നമ്മളിവിടെ സബ്മിറ്റ് ബട്ടൺ ആഡ് ചെയ്തു. നമുക്ക് പേജ് ഒന്ന് രജിസ്റ്റർ സ്ക്രീൻ ഒന്ന് റിഫ്രഷ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇമെയിൽ നമ്മളിപ്പോൾ ഇൻപ്രോപ്പർ ആയിട്ടുള്ളൊരു ഇമെയിൽ ആഡ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, അവിടെ പ്ലീസ് ഇൻക്ലൂഡ് @ ഇൻ ദ ഇമെയിൽ അഡ്രസ് എന്നുള്ളൊരു ഇഷ്യൂ വന്നു. അത് എന്തുകൊണ്ടിട്ടാണ്? ഇവിടെ ടൈപ്പ് ഇമെയിലെന്ന് സെറ്റ് ചെയ്തേക്കുന്നത് കൊണ്ടിട്ടാണ് അങ്ങനത്തെ ഒരു എറർ വന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ മറ്റൊരു ടാഗും കൂടി കണ്ടിട്ടുണ്ടാവും, ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് എന്നുള്ളത്. കണ്ടില്ലേ, ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് എന്നുള്ളത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോമിൻ്റെ സബ്മിഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ബട്ടണിൽ ഒരു ക്ലിക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫോമിൻ്റെ സബ്മിഷൻ നടക്കും. അപ്പോൾ നമ്മളിവിടെ സബ്മിറ്റിനായിട്ടൊരു ടെക്സ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, ടൈപ്പ് സബ്മിറ്റ് ഒന്നും കൊടുത്തു. കണ്ടില്ല, അത്രേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ വന്നു. ഇൻ കേസ് നിങ്ങൾക്ക് ഈ സബ്മിറ്റ് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വാല്യൂ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് അവിടെ രജിസ്റ്റർ എന്ന് കൊടുത്തു. ഞാനത് സേവ് ചെയ്തിട്ട് ബ്രൗസറിൽ റിഫ്രഷ് ചെയ്യുന്നു. അപ്പോൾ ബ്രൗസറിലും രജിസ്റ്റർ എന്നുള്ളൊരു ബട്ടൺ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇമെയിൽ നമ്മൾ ആഡ് ചെയ്തു. ഇനി അടുത്തത് കാണുന്നത് പാസ്വേഡിനായിട്ടുള്ളതാണ്. അതിനെ ഇമെയിൽ ID മാറ്റുന്നുണ്ട്. ഇമെയിൽ ID അതിനെ ID മാറ്റുന്നുണ്ട്. ID നമ്മൾ പാസ്വേഡ് ഒന്ന് സെറ്റ് ചെയ്യുന്നു. ടൈപ്പ് പാസ്വേഡ് എന്നുള്ളൊരു ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സേവ് ചെയ്യുന്നു. നമ്മൾ റിഫ്രഷ് ചെയ്ത് നോക്കാം. പാസ്വേഡ് എന്നുള്ളൊരു ഫീൽഡ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ഡോട്ടഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ആ ക്യാരക്ടേഴ്സ് ഹിഡൻ ആയിട്ടാണ് കാണിക്കുന്നത്. UIയിൽ കാണാൻ കഴിയില്ല.
പാസ്വേഡ് എന്നുള്ളൊരു സെക്യൂർ വാല്യൂ ആയതുകൊണ്ടിട്ട് എൻ്റർ ചെയ്യുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവാൻ പാടുള്ളൂ, കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവാൻ പാടില്ല. അതുകൊണ്ടിട്ട് തന്നെ ഏത് ക്യാരക്ടർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡോട്ടഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് അങ്ങനെ എടുത്തൊരു ബിഹേവിയർ ഇപ്പോൾ ഇവിടെ കണ്ടു. ഇത് എല്ലായിടത്തും ഇങ്ങനെ ഉണ്ടാവണം എന്നില്ല, ചില സിറ്റുവേഷനിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതും ഈ ഒരു ബ്രൗസറിൻ്റെ ഇൻകൺസിസ്റ്റൻസി ആയിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ഐക്കൺ എല്ലായിടത്തും കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ടത്. ഇത് എഡ്ജിൻ്റെതായിട്ടുള്ളൊരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് പാസ്വേഡ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് കണ്ടു, ഇമെയിൽ കണ്ടു, പാസ്വേഡ് കണ്ടു, സബ്മിറ്റ് കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ടാഗുകൾ കണ്ടു. ഇനി നമുക്ക് ജെൻഡർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജെൻഡറിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ആ ഒരു വാല്യൂ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒറ്റ വാല്യൂ മാത്രമേ അതൊരു പാടുള്ളൂ, ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടാവാം അല്ലേ. മെയില്, ഫീമെയിൽ, അതർ, ഈ ഒരു 3 ഓപ്ഷനുകൾ നമുക്ക് വെക്കുക നോക്കുക. ഈ ഒരു 3 ഓപ്ഷനുകൾ നമ്മൾ വെക്കുകയാണ് യൂസറിന്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ മാത്രമേ ആ യൂസർ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരു യൂസർ തന്നെ മെയിലും ഫീമെയിലിനും കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ പാടില്ല. അതുകൊണ്ടിട്ട് ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമേ അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇൻപുട്ടിലെ റേഡിയോ എന്നുള്ളൊരു ടൈപ്പാണ് നമ്മുടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് 3 റേഡിയോ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ലേബലും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ 3 വാല്യൂസ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സേവ് ചെയ്തു. ഇനി ബ്രൗസറിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഒരു ബ്രേക്കും കൂടി ഇട്ടു. 3 വാല്യൂസ് നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 വാല്യൂസ് നമ്മുടെ കാണുന്നുണ്ട്, മെയിൽ, ഫീമെയിൽ, അതർ എന്നുള്ളത്. മെയിൽ ക്ലിക്ക് ചെയ്തു, ഞാൻ ഫീമെയിൽ ക്ലിക്ക് ചെയ്തു, അതെല്ലാം ക്ലിക്ക് ചെയ്തു. ഇത് കണ്ടില്ല. അപ്പോൾ ആ ഒരു റേഡിയോ ബട്ടണിൻ്റെ ഫങ്ഷനാലിറ്റി അവിടെ വന്നിട്ടില്ല. അതെന്താണ് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് റേഡിയോ എന്ന് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഇത് 3ഉമാണ് കണക്റ്റഡ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു വാല്യൂ നമ്മളവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു ടാബാണ് നെയിം. അപ്പോൾ ഈ നെയിമിൽ നമ്മൾ ജെൻഡറിന് ആഡ് ചെയ്യാണ്. ഈ നെയിം നമുക്ക് 3 ടാഗിലും ആഡ് ചെയ്യണം. സേവ് ചെയ്തു. ഇനി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. മെയിലിൽ ക്ലിക്ക് ചെയ്തു, ഫീമെയിലിൽ ക്ലിക്ക് ചെയ്തു, അതറിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ആ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് മാത്രമേ റേഡിയോ ബട്ടണിൽ അറ്റ് എ ടൈം ആക്റ്റീവായിട്ടിരിക്കാൻ പാടുള്ളൂ. അതാണ് റേഡിയോ ബട്ടൻ്റെ ഒരു യൂസേജ്. ഇനി നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ ലേബലിൻ്റെ വർക്കിങ്ങും വേണമെന്നുണ്ടെങ്കിൽ 4 ആഡ് ചെയ്യുക. 4 ജെൻഡർ മെയിലിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് മാത്രമായിട്ടുള്ള ഒരു ID കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊരു വാല്യൂ സെറ്റ് ചെയ്യുക. എന്നിട്ട് അത് ID ആയിട്ട് സെറ്റ് ചെയ്യുക. ജെൻഡർ മെയിലിനോ നമുക്ക് ഇതിൻ്റെ വ്യൂ ഒന്ന് മാറ്റാം. ഇതിപ്പോൾ നെക്സ്റ്റ് ലൈനിലേക്ക് വന്നോളും. ആ ഹൊറിസോണ്ടൽ സ്ക്രോൾ ഒഴിവായിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് ആ ഡാറ്റ മാറി വന്നോളൂ. ഇപ്പോൾ നമ്മൾ ജെൻഡർ മെയിൽ എന്നുള്ളത് കൊടുത്തു. ഇനി എല്ലാത്തിനും നമുക്ക് അതേപോലെ കൊടുക്കാം.
ഓക്കെ, നമ്മളിപ്പോൾ 3-നും ഐഡിയും 4-ഉം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ബട്ടൺ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് കൊടുക്കുന്നത് മറ്റൊരു രീതിയിലും കൂടി കൊടുക്കാം. അതായത് HTML നമുക്കൊന്ന് എടുക്കാം. HTML ഫോംസ് W3 സ്കൂൾസിൽ ഫോം എലമെൻറ്റ്സിൽ ഒരു എലമെൻ്റ് ഉണ്ട്, ഫീൽഡ് സെറ്റ് എന്നുള്ളൊരു എലമെൻ്റ് ഉണ്ട്. അതായത് ഫീൽഡ് സെറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഗ്രൂപ്പായിട്ട് കാണിക്കും. മനസ്സിലായില്ലേ? ഇതിപ്പോൾ പേഴ്സണേലിയ എന്നുള്ളൊരു ടെക്സ്റ്റ് വെച്ചിട്ട് അത് ഗ്രൂപ്പായിട്ട് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ലെജൻഡ് എന്നുള്ളൊരു ടാഗ് യൂസ് ചെയ്യും. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്നിട്ട് ലെജൻഡും കൂടി ആഡ് ചെയ്യാം. ഇവിടെ ലെജൻഡ് നമുക്ക് ജെൻഡർ എന്നായിരിക്കും. സേവ് ചെയ്യുന്നു, റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു ലേബലിൽ നമുക്ക് വേണ്ടത് ഗ്രൂപ്പായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫീൽഡ് സെറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അങ്ങനെയാണ്. ഓക്കെ, ഇനി വരുന്നത് നമുക്ക് പെറ്റ്സ് ഉണ്ടോ, അതായത് അടുത്തതായിട്ട് വരുന്ന ഒരു ഇൻപുട്ട് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടൈമിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പാണ്. ചെക്ക് ബോക്സ് എന്നാണ്. അതായത് ഓരോ ടു ഡു ലിസ്റ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടു ഡു ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഡൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഒരേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് പല ചെക്ക് ബോക്സുകൾ അല്ലെങ്കിൽ പല എലമെൻറ്റ്സും ടു ഡു ലിസ്റ്റിൽ ഡൺ എന്നുള്ളത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് സാധിക്കുന്നത് ഈ ഇൻപുട്ടിൽ ചെക്ക് ബോക്സ് എന്നുള്ളൊരു ടൈപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ പെറ്റ്സ് എന്നുള്ളൊരു ഫീൽഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇൻപുട്ട് ടൈപ്പ് ഏതാണ്, ചെക്ക് ബോക്സ് കൊടുത്തു. ചെക്ക് ബോക്സിൽ ലേബലും കൊടുക്കുന്നു, 4 കൊടുക്കാം. പെറ്റ് ക്യാറ്റ് എന്ന് കൊടുത്തു, ഇവിടെ ക്യാറ്റും കൊടുത്തു. ഇനി ഇവിടെ ID കൊടുക്കാം. ഇത് നമുക്കിനി ക്യാറ്റിനാണ് ഇപ്പോൾ കൊടുത്തത്, ഡോഗിനും കൊടുക്കാം. ഡോഗിനും കൊടുത്തു. ഇനി നിങ്ങൾ ഇതൊന്നുമല്ല, പാരറ്റ് എന്നുള്ളൊരു വാല്യൂ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ പെറ്റ്സ് കഴിഞ്ഞൊരു ബ്രേക്ക് പോയിന്റ് കൂടി കൊടുക്കാം. ഇവിടെ ക്യാറ്റ്സ് ഉണ്ട്, ഡോഗ്സ് ഉണ്ട്, പാരറ്റ്സ് ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ ചെക്ക് ബോക്സ്, ടൈപ്പ് ചെക്ക് ബോക്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വേറെ പ്രധാനപ്പെട്ട ഒരു ടാഗ് ഏതാണ്? നമ്മൾ ടെക്സ്റ്റ് കണ്ടു, റേഡിയോ ബട്ടൺ കണ്ടു, ചെക്ക് ബോക്സ് കണ്ടു, സബ്മിറ്റ് കണ്ടു. ബട്ടൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഓർഡിനറി ബട്ടണാണ്. അതിന് സ്പെസിഫിക് ആയിട്ടൊരു ഫങ്ഷനാലിറ്റി ഉണ്ടാവില്ല. നോർമലായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇവിടെ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതൊന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് AI വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ബട്ടൺ ട്രിഗർ വെച്ചിട്ടാണ് നിങ്ങളത് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ബട്ടൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ബട്ടൺ ഉള്ളത്. വേറെ ഒരു ഇൻപുട്ട് ടാഗ് നമുക്കുള്ളത് ടൈപ്പ് റീസെറ്റ് എന്നുള്ളതാണ്. നമുക്ക് വാല്യൂ അത് തന്നെ കൊടുക്കാം. സേവ് ചെയ്തു, നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ല, ഇപ്പോൾ റീസെറ്റ് എന്നുള്ളൊരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കണം. നമ്മൾ കൊടുത്ത വാല്യൂ
അല്ല അതിന് വേണ്ടതെന്നുണ്ടെങ്കിൽ പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നു, എന്തെങ്കിലും വാല്യൂസ് ആഡ് ചെയ്യുന്നു, എന്നിട്ട് പെറ്റ്സും കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ വാല്യൂസ് അല്ല ആ ഒരു രജിസ്റ്റർ ഫോമിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ റീസെറ്റ് കൊടുത്താൽ കംപ്ലീറ്റ് ആ ഒരു ഫോമിൻ്റെ അകത്തുള്ള എല്ലാ ഇൻപുട്ട് ടാഗുകളും റീസെറ്റ് ആയി കിട്ടും. അതിനാണ് ടൈപ്പ് റീസെറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ മറ്റൊരു ടാഗ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഫീൽഡ് സെറ്റ്സ് കണ്ടതുപോലെ മറ്റൊരു ടാഗ് വരുന്നത് ഡാറ്റ സെറ്റ്സ് എന്നുള്ളൊരു എലമെൻറ്റും കൂടി വരുന്നുണ്ട്. ഡാറ്റ ലിസ്റ്റ് എന്നുള്ളൊരു ടാഗും കൂടി വരുന്നുണ്ട്. ഈ ഡാറ്റ ലിസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ഫോമിൽ ഒരു ഇൻപുട്ട് ടാഗ് ഉണ്ട്. ആ ഇൻപുട്ട് ടാഗിൽ ലിസ്റ്റ് ഡാറ്റ ലിസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്ന വാല്യൂസുകൾ ഓരോ ഓപ്ഷനുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് കൊടുത്തു നോക്കാം. ഉണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻസുകൾ ഇതാണ്. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്ത് ആ ഒരു കീവേഡിന് സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കീവേഡിന് മാച്ച് ആയിട്ടുള്ള ഒരു വാല്യൂ കൂടി നമുക്ക് ആ ഡ്രോപ്പ് ഡൗണിൽ ഫിൽട്ടറായി കിട്ടും. അപ്പോൾ ഇത് മറ്റൊരു രീതിയാണ്. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ ഡ്രോപ്പ് ഡൗൺ യൂസ് ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇൻബിൽട്ട് ആയിട്ട് സെർച്ച് ഫങ്ഷനാലിറ്റി ഉണ്ട്. ഉള്ള വാല്യൂകളിൽ നമ്മളുടെ ഈ കീവേഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇത്ര വാല്യൂ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സെർച്ച് ഫങ്ഷനാലിറ്റി ഉണ്ട്. ഡീഫോൾട്ട് ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. അതും ഈ ഒരു ഡാറ്റ ലിസ്റ്റ് എന്നുള്ളൊരു ഫോമിലുള്ള ഡാറ്റ ലിസ്റ്റിൻ്റെയും വ്യത്യാസം. ഇപ്പോൾ ഫോംസിൽ ഇത്ര തന്നെ ഉള്ളൂ. ഇനി നമുക്കിത് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് വാല്യൂസ് എൻ്റർ ചെയ്യാണ്. പാസ്വേഡ് 1 2 3 4 5 ആഡ് ചെയ്തു. ഞാൻ മെയിലെന്ന് കൊടുക്കുന്നു. എനിക്ക് കാറ്റും ഡോഗ് വേണ്ടെന്നും കൊടുക്കുന്നു. രജിസ്റ്റർ കൊടുക്കുന്നു. രജിസ്റ്റർ കൊടുക്കുമ്പോൾ ഇവിടെ ജെൻഡർ മാത്രമേ നമുക്ക് ഓണായിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ, ജെൻഡർ മാത്രമേ നമുക്ക് ഓണായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ജെൻഡറിൽ മാത്രമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്? നെയിം എന്നുള്ളൊരു ടാഗാണ്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ നെയിം എല്ലായിടത്തും കൂടി ഒന്ന് കൊടുത്തു നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് ടാഗിലും നെയിം ആഡ് ചെയ്യുന്നു. നെയിമിൽ ഫസ്റ്റ് നെയിം നമുക്ക് ആ ID തന്നെ എല്ലായിടത്തും കൊടുക്കാം. ഫസ്റ്റ് നെയിം കൊടുക്കുന്നു. നമുക്ക് ഓക്കെ, ഞാനിപ്പോൾ എല്ലാ ഫീൽഡിനും നെയിംസ് സെറ്റ് ചെയ്തു. ഇവിടെ ഇതിന് എല്ലാ ഇൻപുട്ടിനും ഞാനിപ്പോൾ നെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്തു. നമുക്ക് ഈ ഫോം റിഫ്രഷ് ചെയ്ത് നോക്കാം. എന്നിട്ട് മെയിൽ കാറ്റ്സ് ഡോഗ്സ് രജിസ്റ്റർ കൊടുക്കുന്നു. രജിസ്റ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ HTML ടാഗിന് ശേഷം വന്നിരിക്കുന്ന കംപ്ലീറ്റ് വാല്യൂസും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ വാല്യൂസാണ് പാസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം വന്നിരിക്കുന്നത് ഒരു വാല്യൂ, പിന്നെ ആംബർസൺ കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ലൈൻ ആക്കി ഇടാം. ഇമെയിൽ, പാസ്വേഡ്, ജെൻഡർ, പെറ്റ്സ്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോംസിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഇവിടെ മെത്തേഡ് ഗെറ്റ് എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ കൊടുത്തു നോക്കാം. ഇത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് ആ ഒരു ഫോം ഒന്ന് സബ്മിറ്റ് ചെയ്യാം. പാസ്വേഡ് 1 2 3 4, ജെൻഡർ മെയിൽ, ക്യാറ്റ്, പാരറ്റ്, രജിസ്റ്റർ കൊടുത്തു. ഓക്കെ, രജിസ്റ്റർ കൊടുത്തപ്പോൾ വന്ന റെസ്പോൺസ് നമ്മൾ ഫസ്റ്റ് നെയിം കൊടുത്തത് തോമസാണ്. ഇമെയിൽ ഇത് @ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് URL ഓരോ എൻകോഡിങ് ഉണ്ട്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് മാത്രമേ അവിടെ ഇതായിട്ടുണ്ടാവുള്ളൂ, അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആംബർസൈന്, ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ള വളരെ ചുരുക്കം സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് മാത്രമേ അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെ എൻകോഡ് ചെയ്ത് ഇങ്ങനത്തെ ഒരു വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആംബർസെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊടുത്ത ഇമെയിൽ ഇതാണ്, പാസ്വേഡ് ഇതാണ്, ജെൻഡർ പെറ്റ്സും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജെൻഡർ എന്നുള്ളത് ഓണായിട്ടാണ് വന്നിരിക്കുന്നത്. ജെൻഡർ എന്താണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്? ജെൻഡർ നമ്മൾ കൊടുത്തിരിക്കുന്നത് റേഡിയോ ബട്ടണായിട്ടാണ്. റേഡിയോ ബട്ടണിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ സെലക്ട് ചെയ്ത വാല്യൂ ആണ് കാണേണ്ടത്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ജെൻഡർ എന്നുള്ളത് ഓണായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അത് ഓണാണോ ഓഫാണോ, ഏതെങ്കിലും ഒരു വാല്യൂ മാത്രമേ അവിടെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഓണാണോ ഓഫാണോ എന്നുള്ളൊരു ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ബൂളിയൻ വാല്യൂ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഓൺ ഓഫ് 0 1 ട്രൂ ഫോൾസ് എന്നുള്ളൊരു വാല്യൂയിലാണ് നമുക്കിവിടെ URL വാല്യൂസ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ് അപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക? ഇവിടെ ഇതിനറിയില്ല എന്താണ് വാല്യൂ നമ്മളവിടെ പാസ് ചെയ്യേണ്ടതെന്ന്. മനസ്സിലല്ലേ? ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ജെൻഡർ എന്നുള്ള ഒരു റേഡിയോ ബട്ടണിൽ വാല്യൂ ഉണ്ടോ ഇല്ലയോ, ഏതെങ്കിലും ജെൻഡറിൽ നമ്മൾ ചെക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓണായിട്ട് കാണിക്കും, ഒന്നിനും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫായിട്ട് കാണിക്കും. അത്രയും ഒരു ഫങ്ഷണാലിറ്റി മാത്രമേ ഈ ഒരു സ്റ്റേജിൽ ഇതിന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ടുള്ളൊരു വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു വാല്യൂ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വാല്യൂ നമ്മളിപ്പോൾ ഇവിടെ മെയിലിനാണ് വാല്യൂ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയിൽ എന്നുള്ളൊരു വാല്യൂ സെറ്റ് ചെയ്യുന്നു. ഫീമെയിൽ എന്നുള്ളൊരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യാണ്. അതർ എന്നുള്ളൊരു വാല്യൂവും കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ പെറ്റ്സ് എന്നുള്ളതിന് അതേപോലെ തന്നെ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ 2 ചെക്ക് ബോക്സുകളാണ് സെലക്ട് ചെയ്യുന്നത്. ആ ചെക്ക് ബോക്സുകൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. മനസ്സിലല്ലേ? ട്രൂ ആയ കാര്യങ്ങൾ മാത്രമേ അവിടെ കാണിക്കുന്നുള്ളൂ. 2 നമ്മൾ ചൂസ് ചെയ്തു. അത് ക്യാറ്റാണോ പാരറ്റാണോ എന്നൊന്നും അവിടെ മനസ്സിലാവുന്നില്ല. അതിനും നമ്മളവിടെ വാല്യൂസ് സെറ്റ് ചെയ്യാണ്. ഇവിടെ ക്യാറ്റ്, ഇവിടെ ഡോഗ്, ഇവിടെ സേവ് ചെയ്യട്ടെ. സേവ് ചെയ്യുന്നു, റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊന്ന് URL കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇനി നമുക്കൊന്ന് വാല്യൂസ് ആഡ് ചെയ്യാം. ഇവിടെ വേറൊരു വാല്യൂ ആഡ് ചെയ്യാം. ഇവിടെ ഫീമെയിൽ എന്ന് കൊടുത്തു.
എനിക്ക് ക്യാറ്റ്സും ഡോഗ്സും പാരറ്റ്സും വേണ്ടി നോക്കാം. രജിസ്റ്റർ കൊടുത്തു. ഓക്കെ, ഇനിയുള്ള ഔട്ട്പുട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഫസ്റ്റ് നെയിം ലോറം കൊടുത്തു, സെക്കൻഡ് നെയിം ഇത്, പിന്നെ നമ്മൾ എൻ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി, പാസ്വേഡ് എൻ്റർ ചെയ്തത്. ജെൻഡർ ഇപ്പോഴും ഓൺ ആണെന്നാണ് കാണിക്കുന്നത്, പക്ഷേ പെറ്റ്സ്, ക്യാറ്റ്, ഡോഗ്, പാറ്റ് നമ്മൾ ഏതൊക്കെയാണോ സെലക്ട് ചെയ്തത് അതൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ജെൻഡറിന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ജെൻഡറിന് സംഭവിച്ചത് നമ്മൾ ഈ വാല്യൂ സെറ്റ് ചെയ്തത് ലേബലിലാണ്. ആ ലേബലിൽ നിന്ന് എടുത്ത് നമുക്ക് ഇങ്ങനെ ഇടാം. ആ ലേബലിൽ നിന്ന് എടുത്ത് നമുക്ക് ഇൻപുട്ടിലേക്ക് കൊടുക്കാം. സെവൻ 8 9 4 5 6. ഇവിടെ ജെൻഡർ ഞാൻ അതേഴ്സ് കൊടുക്കുകയാണ്, ഡോഗും പാറ്റേണും കൊടുക്കുകയാണ്. സബ്മിറ്റ് ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ കൊടുത്തതിൽ ഫസ്റ്റ് നെയിം വന്നിട്ടുണ്ട്, ലാസ്റ്റ് നെയിം വന്നിട്ടുണ്ട്, ഇമെയിൽ കൊടുത്തത് വന്നിട്ടുണ്ട്, പാസ്വേഡും കൊടുത്തത് വന്നിട്ടുണ്ട്, ജെൻഡർ നമ്മൾ കൊടുത്തത് വന്നിട്ടുണ്ട്, പെറ്റ്സും വന്നിട്ടുണ്ട്, പാറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഈ ടാഗുകളുടെ വർക്കിംഗ് മനസ്സിലാവുന്നത്. പിന്നെ ഈ ഒരു ഫോമിൽ മെത്തേഡ് ഗെറ്റ്, അതായത് നമ്മൾ ഈ ഒരു മെത്തേഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് തന്നെ വരുന്നു എന്ന് പറഞ്ഞു. അതായത് മെത്തേഡ് ഡീഫോൾട്ട് ആയിട്ടുള്ളൊരു വാല്യൂ ഗെറ്റാണ്. നമ്മളിതിപ്പോൾ വേറെ ഉള്ളത് പോസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ പോസ്റ്റിൽ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ അത് URL വരില്ല, അത് ആ ഒരു HTTPയുടെ റിക്വസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബോഡിയിൽ പാസ് ചെയ്തങ്ങ് പൊക്കോളും. UI കാണാൻ കഴിയില്ല, അത് അതിൻ്റേതായ രീതിയിൽ ഹിഡൻ ആയിട്ട് ഒരു യൂസറിന് ഡാറ്റ കാണാൻ പറ്റാത്ത രീതിയിൽ പാസ് ചെയ്ത് പൊക്കോളും. പിന്നെ ബാക്ക് എൻഡിൽ അത് പ്രോപ്പറായിട്ടുള്ളൊരു രീതിയിൽ റിട്രീവ് ചെയ്തെടുത്താൽ അയാൾക്ക് ഈ ഒരു ഫോംസിൻ്റെ വാല്യൂസ് വെച്ചിട്ട് അയാൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ലോജിക്ക് റൺ ചെയ്ത് അതിൻ്റെ വേണ്ട ഔട്ട്പുട്ട് പിന്നീട് ക്ലയൻറ്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട ടാഗുകൾ, ലേബൽ കണ്ടു, ഇൻപുട്ടിലെ പല ടൈപ്പുകൾ കണ്ടു, ടെക്സ്റ്റ് ടൈപ്പ് കണ്ടു, ഇമെയിൽ ടൈപ്പ് കണ്ടു, പാസ്വേഡ് കണ്ടു, റേഡിയോ കണ്ടു, ചെക്ക് ബോക്സ് കണ്ടു, സബ്മിറ്റ് റീസെറ്റ് കണ്ടു. ഇനി ഡേറ്റ് എന്നുള്ളൊരു ഫോമാറ്റും കൂടിയുണ്ട്. ബർത്ത് റേറ്റ്, ഈ ടൈപ്പ് നമുക്ക് ഡേറ്റ് കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്യുന്നു, ഞാൻ റിഫ്രഷ് ചെയ്യുന്നു. കണ്ടില്ലേ, ഡേറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡേറ്റ് പിക്കർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ഡേറ്റുകൾ ഇങ്ങനെ ഡിഫോൾട്ട് HTML ഡേറ്റ് പിക്കറാണിത്. ആ ഒരു ഡേറ്റ് പിക്കർ വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ വേണ്ട ഡേറ്റ് ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് വാല്യൂ ആഡ് ചെയ്യാനാണെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് ഡേറ്റ് എന്നുള്ളൊരു ഡാറ്റ ടൈപ്പ്. പിന്നെ വരുന്നത് ഒരു ഡ്രോപ്പ് ഡൗൺ വരുന്നുണ്ട്. പ്രധാനപ്പെട്ടുമുള്ള ടാഗുകൾ നമ്മളിപ്പോൾ കണ്ടു. വേറെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ W3 Schools കയറി കഴിഞ്ഞാൽ എല്ലാ ടാഗുകളും കിട്ടും.
ഡ്രോപ്പ് ഡൗൺ ഒരു പ്രധാനപ്പെട്ട ഒരു ടാഗാണ്. സെലക്ട് ടാഗ് എന്നാണ് HTML ഉപയോഗിക്കുന്നത്. HTML കീവേഡ് സെലക്ട് എന്നാണ്. കണ്ടില്ലേ, ഇതാണ് ഡ്രോപ്പ് ഡൗണിൻ്റെ ഒരു ഫങ്ഷനാലിറ്റി. അപ്പോൾ ഇതിന് നമ്മൾ ഈ ലേബൽ എന്ന് കൊടുത്തിരിക്കുന്നത് ഇതാണ്, അതിനുശേഷം കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു വാല്യൂ സെലക്ട് എന്നുള്ളത്. ഇതാണ് ആ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സെലക്ടിന് നമ്മളൊരു നെയിം കൊടുക്കുന്നു, ID കൊടുക്കുന്നു, പിന്നെ ആ ഒരു ഓപ്ഷൻസ് കൊടുക്കുന്നു. ഏതൊക്കെ ഓപ്ഷനാണ് ആ ഒരു ഡ്രോപ്പ് ഡൗണിൽ വേണ്ടത്. ഇപ്പോൾ വോൾവോ എന്നുള്ളതിന് ഓപ്ഷൻ 1 വോൾവോ എന്ന് കൊടുക്കുന്നു, ഓപ്ഷൻ 2 SAB എന്ന് കൊടുക്കുന്നു, പിന്നെ ഓപ്പൽ ഓഡി. അതേപോലെ ഓരോ ഓപ്ഷൻസും നമുക്ക് ഈ ഡ്രോപ്പ് ഡൗണിൽ എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്ന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഡ്രോപ്പ് ഡൗൺ ആയിട്ട്, ഇതാണ് ഡ്രോപ്പ് ഡൗൺ, ഇങ്ങനെയാണ് ഡ്രോപ്പ് ഡൗൺ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ HTML ഒരു ഫോം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫോം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കണ്ടതുപോലെയാണ്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTML5 വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചുകളാണ്. അത് കുറച്ച് ഡെപ്ത് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുള്ളത് നമുക്ക് വേറൊരു ടോപ്പിക്കിൽ തന്നെ ആഡ് ചെയ്യാം. പിന്നെ പറയാനുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്തല്ലോ, അത് നമ്മുടെ UI കണ്ടു. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കമൻ്റ് ആയിട്ട് ഓരോ എലമെൻറ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സേവ് ചെയ്തു, എന്നിട്ട് റിഫ്രഷ് ചെയ്താൽ നമുക്ക് ആ ഒരു വാല്യൂ അവിടെ കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കമൻ്റ് ആയിട്ട് ആഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. കമൻ്റ്, അപ്പോൾ നമ്മുടെ ഈ ഒരു കോഡ് കാണുമ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കമൻ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് അതിൽ കമൻ്റ് ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു കമൻ്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് VS കോഡിൽ കൺട്രോൾസ് / എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു ക്യാരക്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്സർ ദാൻ ! പിന്നെ 2 ഡാഷ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടും. മനസ്സിലായില്ലേ? ഇങ്ങനെ കൊടുക്കുന്ന വാല്യൂ നമ്മുടെ ബ്രൗസറിൽ വരുമ്പോൾ കിട്ടില്ല. പിന്നെ വരുന്നൊരു എലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാൻ എന്നുള്ളതാണ്. സ്പാൻ എന്നുള്ളതും div എന്നുള്ള 2 എലമെൻറ്റും കൂടി നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. അതായത് സ്പാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻലൈൻ ബ്ലോക്ക് ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ ബ്രേക്ക് നമ്മൾ ആഡ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക, അത് അടുത്ത ലൈനിലേക്ക് പോയി ഒരേ ലൈനിൽ തന്നെ ആയിരിക്കും നമുക്ക് ആ ഒരു എലമെൻ്റ് കിട്ടിയിട്ടുണ്ടാവുക. ഓരോ ഇൻലൈൻ ആയിട്ടായിരിക്കും നമുക്ക് ആ ഒരു എലമെൻ്റ് കിട്ടുക. ഇൻലൈൻ ബ്ലോക്ക് ആയിട്ടായിരിക്കും നമുക്ക് ആ എലമെൻ്റ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ പ്രധാനപ്പെട്ട നമുക്കൊരു CSS ക്ലാസ് വരുമ്പോഴാണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം വരുന്നത്. പിന്നെ വരുന്നൊരു എലമെൻ്റ് ഡിവിഷൻ അല്ലെങ്കിൽ div എന്നുള്ളതാണ്. ഈ div എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ബ്ലോക്കായിട്ടായിരിക്കും കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു നെക്സ്റ്റ് ലൈനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ BR യൂസ് ചെയ്യേണ്ടി വന്നല്ലോ. BR ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട പോലെ തന്നെ വരും. അതിന് പകരം നമ്മളിപ്പോൾ ഇവിടെ ഒരു div യൂസ് ചെയ്തിട്ട് ആ divൻ്റെ അകത്താണ് നമ്മൾ രണ്ടും പ്ലേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ ഈ ഒരു ബ്രേക്ക് ലൈനും കൂടി എടുത്ത് മാറ്റുന്നു. എന്നിട്ട് റിഫ്രഷ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതൊരു ആ divലായത് കൊണ്ടിട്ടാണ് നമുക്ക് ആ divലായത് കൊണ്ടിട്ടാണ് നമുക്ക് സെക്കൻഡ് ലൈനിലായിട്ട് കിട്ടിയത്. അതല്ല ഇത് പുറത്തിട്ടിരുന്നെങ്കിൽ
ഡിവ് കളഞ്ഞാൽ കണ്ടില്ലേ ഒരു ബ്ലോക്ക് ഇൻലൈൻ ബ്ലോക്ക് എലമെൻറ്റുകളായി. ഡിവിലിട്ടത് കൊണ്ടിട്ട് മാത്രമാണ് നമുക്ക് അതൊരു ബ്ലോക്കായിട്ട് കിട്ടിയത്. ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്ക് കിടക്കുന്ന ഏരിയയുടെ ഫുൾ വിഡ്ത്തും കൺസ്യൂം ചെയ്യും. ആ ഒരു എലമെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്ലോക്ക് ഓഫ് സ്പേസ് അതെടുക്കും. സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തുമാത്രം ആക്ച്വൽ സൈസ് വേണോ അത്രയും മാത്രമേ അത് എടുക്കുകയുള്ളൂ. മനസ്സിലായില്ല? അപ്പോൾ ഇൻലൈൻ ഉണ്ട്, ഇൻലൈൻ ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്കുകളുണ്ട്. അപ്പോൾ അതേപോലെയുള്ള പ്രോപ്പർട്ടീസൊക്കെ മെയിനായിട്ട് വരുന്ന CSSലാണ്. HTML സ്പാനും ഡിവും എന്നുള്ളൊരു 2 ടാഗുകളുണ്ട്. ഇതിൻ്റെ ഫങ്ഷനാലിറ്റി ഇത്രേ തന്നെ ഉള്ളൂ. പിന്നെ കമൻറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കണ്ടത് ഫോമിലുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് കണ്ടു. അതിൽ ആക്ഷൻ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ടിൻ്റെ ഫങ്ഷനാലിറ്റി എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു. അത് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോം സബ്മിഷൻ നടന്നതിന് ശേഷം ബാക്ക് എൻഡിൽ നിന്ന് ഏത് കോഡാണോ റൺ ചെയ്യേണ്ടത് അത് ട്രിഗർ ചെയ്യുക എന്നുള്ളതാണ് ആക്ഷൻ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് കണ്ടു. ലേബലുകൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇൻപുട്ടിലെ പല ടൈപ്പുകൾ കണ്ടു. ടെക്സ്റ്റ്, ഇമെയിൽ, പാസ്വേഡ്, ഡേറ്റ്, റേഡിയോ, ചെക്ക് ബോക്സ്, സബ്മിറ്റ്, റീസെറ്റ്. പിന്നെ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഡീഫോൾട്ട് ബിഹേവിയറായിട്ട് സംഭവിക്കുന്നതെന്ന് കണ്ടു. അതെങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇതിൽ നമ്മൾ ഈ കോഡ് റൺ ചെയ്തപ്പോൾ കുറച്ച് ഇഷ്യൂസ് കണ്ടു. ഇഷ്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നും ഞാൻ ഈ ക്ലാസ്സിലൊരു ഡെമോ പോലെ തന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ HTMLഉം HTML5നെയും കുറിച്ചൊന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.